Hi students, how are you all? And how's your studies? Is it going well? Okay, and in the last class we have studied about immunity. Immunity. നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള പോർഷന് ഡിസ്കസ് ചെയ്തു. We have already told about active immunity, passive immunity, and what about immunization or vaccination, what about allergies, autoimmunity and all. And today we are going to study about the immune system. Immune system in the human body. Human immune system consists of lymphoid organs, tissues and cells. Okay, lymphoid organs, tissues and cell. അതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്? ആൻറ്റിബോഡീസ്. വി ഹാവ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻറ്റിബോഡീസ്. ദേ ആർ ദ സോലബിൾ മോളിക്യൂൾസ്. അപ്പം ആൻറ്റിബോഡീസും ലിംഫോയിഡ് ഓർഗൻസും ടിഷ്യൂസും സെൽസും എല്ലാം കൂടെ കംപ്രൈസ് ചെയ്തിട്ടുള്ളതാണ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ യുണീക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് എ ഫോറിൻ സബ്സ്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഇമ്മ്യൂണിറ്റി പറഞ്ഞപ്പോഴല്ലേ, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ എന്ത് പറ്റും? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് റെസ്പോൺസസ്. അതിന് എന്താണ് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസ് പറഞ്ഞിരുന്നു. സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് അതുപോലെ ഹ്യൂമോറൽ റെസ്പോൺസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ആൻറ്റിജൻ ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിന് റെസ്പോൺസ് കാണിക്കാനും ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ദാറ്റ് ദി ക്യാൻ റിമെമ്പർ ദിസ് റെസ്പോൺസ്. ആ ഒരു കാര്യങ്ങളെയൊക്കെ അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് റിമെമ്പർ ചെയ്യാനുള്ള കഴിവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ യൂണീക്നെസ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. And as well as our immune system plays a very important role in allergic reaction. നമ്മൾ അലർജിയെ കുറിച്ചും അതിൻ്റെ സിംറ്റംസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അലർജിക് റിയാക്ഷൻസിലുള്ള റോളുണ്ട്. അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് പറഞ്ഞപ്പോൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തും അലർജിക് റിയാക്ഷൻ്റെ സമയത്തൊക്കെ എന്താണ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ എന്താണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കംപ്രൈസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാലോ? ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് സെൽസ് as well as the soluble molecules like antibodies together constitute or comprises the immune system of human beings. Clear ആണോ? Okay, make a look into the immune system of human body. In this diagram, you can see the immune system and what all comprises the immune system. You can see bone marrow, thymus, spleen, Peyer's patch of small intestine, tonsils, lymph node, appendix. This all together constitute the immune system in our human body. Okay, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ എല്ലാ ഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നതിനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിംഫോയിഡ് ഓർഗൻസും ടിഷ്യൂസും സെൽസൊക്കെ എല്ലാം വരുന്നത് ഈ ഒരു പാർട്സ് കംപ്രൈസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ബോൺ മാരോ, അപ്പൻഡിക്സ്, ലിംഫ് നോഡ്, ടോൺസിൽസ്, തൈമസ്, സ്പ്ലീൻ, പേയേഴ്സ് പാച്ച്. ദിസ് ഓൾ ടുഗെദർ. ഇതെല്ലാം എല്ലാം കൂടെയാണ് നമ്മൾ ഹ്യൂമൻ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Now we can move to lymphoid organs. Lymphoid organs ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. And you should know that there are primary lymphoid organ as well as secondary lymphoid organs. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് one by one we will study. Okay, അപ്പോൾ എന്താണ്? Before that, what is lymphoid organs actually? What's the purpose of that lymphoid organs? From that lymphoid organs, the lymphocytes. Lymphocyte. Haven't you heard about lymphocytes? ബ്ലഡ് സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ WBC ഒക്കെ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ അറിയാലോ ലിംഫസൈറ്റ്സ് ഒക്കെ എന്താണ് എന്നുള്ളത്. സോ ദസ് ലിംഫസൈറ്റ്സിൻ്റെ ഒറിജിൻ, അതുപോലെ അതിൻ്റെ മെച്ചുറേഷൻ ആസ് വെൽ ആസ് പ്രൊലിഫറേഷൻ, അതൊക്കെ നടക്കുന്നത് നമ്മുടെ ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ്. സോ ഫ്രം ദസ് ലിംഫോയിഡ് ഓർഗൻസ് ദ ലിംഫസൈറ്റ്സ് ഒറിജിൻ, മെച്ചുറേറ്റ് ആൻഡ് പ്രൊലിഫറേറ്റ്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു പ്ലേസ് ആണ് നമ്മുടെ എന്ത് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വരുന്നതാണ് ബോൺ മാരോ ആസ് വെൽ ആസ് തൈമസ്. സോ തൈമസ് ആൻഡ് ബോൺ മാരോ ആർ ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ,
From this primary lymphoid organs like bone marrow, അല്ലേ, അതുപോലെ തൈമസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ ആവുമ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഇമ്മച്വർ ലിംഫസൈറ്റ്, അല്ലേ, മെച്വേർഡ് ആയിട്ടുള്ള ലിംഫസൈറ്റ് ആവില്ല. സോ ദാറ്റ് വിൽ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫസൈറ്റ് ഫ്രം ദെയർ. ഓക്കെ, അപ്പോൾ ആ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ് ഇമ്മച്വർ ആയിട്ടുള്ള ലിംഫസൈറ്റ് ആൻറ്റിജൻ സെൻസിറ്റീവ്. നമുക്കറിയാമല്ലേ, ലിംഫസൈറ്റ്സ് ഒക്കെ എന്തിനാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്? ആൻറ്റിജൻസ്, അല്ലേ, അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് അവർ റെക്കഗ്നൈസ് ചെയ്ത് അതിനെതിരെയുള്ള റെസ്പോൺസ് ഒക്കെ കാണിക്കാൻ പോകുന്നത്. സോ ആൻറ്റിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിംഫസൈറ്റ് ആയിട്ട് മാറുന്നത് ഇൻ ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഫർദർ? പിന്നെ എന്താണ് സംഭവിക്കുക? Then they move into the secondary lymphoid organs. അപ്പം ഇങ്ങനെ ആൻറ്റിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് then move into secondary lymphoid organs. So what all are the secondary lymphoid organs of a human immune system? ഏതൊക്കെയാണ്? Haven't you heard about spleen? അല്ലേ, സ്പ്ലീൻ ഉണ്ട്, അതുപോലെ ലിംഫ് നോഡ്സ് ഉണ്ട്, ടോൺസിൽസ് ഉണ്ട്, പെയർസ് പാച്ച് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ അപ്പൻഡിക്സ്. ആ ഭാഗങ്ങളൊക്കെ എന്താണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. So this antigen sensitive lymphocyte move into the secondary lymphoid organs. And this secondary lymphoid organ actually provides the site for the lymphocyte to interact with the antigen. ആൻറ്റിജൻ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ പാത്തജനുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് ആക്ച്വലി എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് അത് ഇൻട്രാക്ഷൻ ഒക്കെ നടക്കുക. അതിനുശേഷം അത് പ്രൊലിഫറേറ്റ് ചെയ്തിട്ട് വിൽ ബിക്കം ദ ഇഫക്റ്റർ സെൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എന്താണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള ബോൺ മാരോ ആൻഡ് തൈമസ്, അതുപോലെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽസ്, പെയർസ് പാച്ച്, അതുപോലെ തന്നെ അപ്പൻഡിക്സ്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ എവിടെയാണ് ഹ്യൂമൻ ബോഡിയിൽ, അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ നമുക്ക് വ്യൂ ചെയ്യാം. Okay, so first we can start with bone marrow. Okay, നമുക്കറിയാം bone marrow is the main lymphoid organ, and from this bone marrow all blood cells including lymphocytes are produced. നമ്മുടെ blood cells ഇല്ലേ, നമുക്കറിയാം അല്ലേ, ബ്ലഡിൻ്റെ സെൽസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പം നമ്മുടെ ബ്ലഡ് സെൽസ് അതിൽ ഇൻക്ലൂഡിങ് ലിംഫസൈറ്റ്, കാര്യമായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലിംഫസൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പം ലിംഫസൈറ്റ്സും ബാക്കി എല്ലാ ബ്ലഡ് സെൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് ഫ്രം ബോൺ മാരോ. ഓക്കെ, അസ്ഥിമജ്ജ എന്ന് കേട്ടിട്ടില്ലേ. സോ ദാറ്റ്സ് എ മെയിൻ ലിംഫോയിഡ് ഓർഗൻ, ഓർ ഇറ്റ് ഈസ് ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. സോ വേ യു ക്യാൻ സി ദിസ് ബോൺ മാരോ, അല്ലേ, പേര് തന്നെ ഉണ്ട്, നെയിം തന്നെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട് ബോൺ, അല്ലേ, നമ്മുടെ ചില ബോൺസിൽ ഉണ്ടാവുന്ന കാണപ്പെടുന്ന വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ് നമ്മുടെ ബോൺ മാരോ. ഇറ്റ്സ് എ സ്പോഞ്ചി ടിഷ്യൂ which is seen inside our bones, some of our bones. ഇപ്പോൾ ഹിപ്പ് ബോൺസും തൈ ബോൺസിലൊക്കെയാണ് കാര്യമായിട്ട് ഒരു സ്പോഞ്ചി ടിഷ്യൂ ആയിട്ട് കാണുന്നതാണ് ബോൺ മാരോ, അല്ലേ. അതിൽ ധാരാളം സ്റ്റെം സെൽസ് ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് മെനി സ്റ്റെം സെൽസ് ആൻഡ് ദിസ് സ്റ്റെം സെൽസ് ആക്ച്വലി ഡെവലപ്സ് ഇൻ ടു വാട്ട്? ബ്ലഡ് സെൽസ്. ആ സ്റ്റെം സെൽസ് ആണ് പിന്നീട് ഡിഫറെൻറ്റ് ബ്ലഡ് സെൽസ് ആയിട്ട് മാറുന്നത്. RBC, അല്ലേ, നമ്മുടെ ഓക്സിജൻ ക്യാരിങ് സെൽസ് ആണ്. പിന്നെ WBC, അല്ലേ, അത് ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ്റെ സമയത്തൊക്കെ ഡിഫെൻഡ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ ലിംഫസൈറ്റ്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിംഫസൈറ്റ്സ് ഒക്കെ ആക്ച്വലി കംസ് അണ്ടർ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഓർ WBC ആൻഡ് ഓൾസോ പ്ലേറ്റ്ലെറ്റ്സ്, അല്ലേ. വേറൊരു ബ്ലഡ് സെല്ലാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡ് സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് ആവുന്നത് ദ സ്റ്റെം സെൽസ് ഇൻസൈഡ് ദിസ് ബോൺ മാരോ. സോ ബോൺ മാരോ ഇസ് ആക്ച്വലി എ സ്പോഞ്ചി ടിഷ്യൂ വിച്ച് ഇസ് സീൻ ഇൻസൈഡ് അവർ ബോൺസ്, some of our bones. Clear ayo? Okay, now thymus gland. Thymus is one of the primary lymphoid organ and it's a lobed organ. അല്ലേ, ഒരു ലോബായിട്ട് കാണുന്നതാണ് thymus, and it is where it is located. It is located near the heart and beneath the breastbone. ഹാർട്ടിന് ഏകദേശം അടുത്തായിട്ടും, അല്ലേ, ഹാർട്ടിന് ഏകദേശം അടുത്തായിട്ടും ബ്രസ്റ്റ് ബോണിന് താഴെയായിട്ട് ബിനിയത്ത്, ഓക്കെ, ആയിട്ട് കാണുന്ന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ആൻഡ് ദ തൈമസ് ഈസ് ക്വൈറ്റ് ലാർജ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിൻ്റെ സമയത്ത്, ദാറ്റ് മീൻസ് ചൈൽഡ് ആയിരിക്കുന്ന സമയത്തും ഇൻഫാൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് തൈമസ് എന്താണ് കുറച്ചും കൂടെ ലാർജർ ആയിരിക്കും. ബട്ട് കീപ്സ് റെഡ്യൂസിങ് ഇൻ സൈസ് വിത്ത് ഏജ് ആൻഡ് ബൈ ദ ടൈം പ്യൂബർട്ടി ഇറ്റ് അറ്റൈൻ റെഡ്യൂസസ് ടു എ വെരി സ്മോൾ സൈസ്.
അപ്പോൾ ഒരു അഡൽട്ടായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൽ തൈമസ് കുറച്ചും കൂടെ റെഡ്യൂസ്ഡ് സൈസ് ആയിരിക്കും. പക്ഷെ ചൈൽഡ് അല്ലേ, കുറച്ച് ചിൽഡ്രൻ അല്ലെങ്കിൽ ഇൻഫാൻറ്റ് സ്റ്റേജിൽ കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള തൈമസ് ഗ്ലാൻഡ് ആണ് കാണാൻ പറ്റുക. ഓക്കെ, അതിൻ്റെ ലൊക്കേഷനൊക്കെ ക്ലിയർ ആയോ? You should know that this thymus has a very important role in both immune system as well as endocrine system. നമ്മൾ endocrine system പഠിക്കുമ്പോഴും തൈമസിനെ മെൻഷൻ ചെയ്യും. ഓക്കെ, അവിടെയും ഒരു റോൾ ഉണ്ട്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലും ഇറ്റ്സ് പ്ലേയിങ് എ വെരി ഗ്രേറ്റ് റോൾ. So this thymus as well as bone marrow, this together constitute the primary lymphoid organ. So this primary lymphoid organs actually provide a microenvironment for the development as well as maturation of T lymphocyte. T lymphocytes-ന്റെ മെച്ചുറേഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? ഓക്കെ, now we can move to spleen. That is the secondary lymphoid organ. അല്ലേ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആയിട്ടുള്ള സ്പ്ലീൻ അതെങ്ങനെയാണ്? ഒരു ലാർജ് ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ് അല്ലേ, ഒരു ബീൻ ഷേപ്പില്ലേ, കാണുന്നില്ലേ? So bean-shaped organ, and it mainly contains lymphocytes and phagocytes. Lymphocytes-ഉം phagocytes-ഉം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ലിംഫോയിഡ് ഓർഗൻ ആണ് what? Spleen. Okay, and it acts as the filter of the blood by trapping blood-borne microorganisms. അതായത് ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ പോലെ, ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലിംഫോയിഡ് ഓർഗൻ ആണ് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്പ്ലീനിൽ എന്താണ്, ധാരാളം എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് എ ലാർജ് റിസർവോയർ ഓഫ് എരിത്രോസൈറ്റ്സ്. വാട്ട് ഈസ് എരിത്രോസൈറ്റ്സ്? ഏതാണ്? RBC അല്ലേ, റെഡ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ ലാർജ് റിസർവോയറും കൂടിയാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പ്ലീൻ ഡെസ്ട്രോയ്സ് എനി ഓൾഡ് ഓർ ഡാമേജ്ഡ് RBC. നമ്മുടെ RBCയിൽ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസിൽ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഓൾഡർ ആയിട്ടുള്ള RBCനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നതൊക്കെ സ്പ്ലീനിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു റോളും സ്പ്ലീന് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് കംസ് അണ്ടർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. ഓക്കെ, നൗ അബൌട്ട് ലിംഫ് നോഡ്സ്. ലിംഫ് നോഡ്സ് എന്താണ്? ഈ ഡയഗ്രത്തിൽ കാണുന്നില്ലേ, ചെറിയ ചെറിയ അല്ലേ, സ്മോൾ സോളിഡ് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് അലോങ് ദ ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന ചെറിയ ചെറിയ സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലേ, കുഞ്ഞ് ഒരു ലോബ്സ് പോലെ കാണുന്ന, അതാണ് നമ്മുടെ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ലിംഫ് നോഡ്? They serve to trap the microorganisms or other antigen which happen to get into the lymph and tissue fluid. Tissue fluidsലോ ലിംഫിലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ആൻറ്റിജൻസ്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പറയുക, മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സോളിഡ് സ്ട്രക്ചേഴ്സാണ് ലിംഫ് നോഡ്. സോ ദേ ആക്ച്വലി ട്രാപ്പ് ദ മൈക്രോ ഓർഗാനിസം വിച്ച് എൻറ്റേഴ്സ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഓർ lymph. So this antigens trapped in the lymph nodes are responsible for the activation of lymphocyte present there. ഓക്കെ, അപ്പം നമ്മുടെ ഈ ആൻറ്റിജന് ട്രാപ്പ് ചെയ്യുന്നതോടുകൂടി എന്താണ്, അവിടെയുള്ള ലിംഫസൈറ്റ്സിനൊക്കെ ആക്ടിവേറ്റഡ് ആകും. അതുവഴി ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ലിംഫ് നോഡ് വളരെ വലിയൊരു റോളാണല്ലോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വഹിക്കുന്നത്. അത് ബ്ലഡ് ബോൺ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെല്ലാം ട്രാപ്പ് ചെയ്യും. ആ ട്രാപ്പിംഗ് വഴി അവിടെയുള്ള ലിംഫസൈറ്റ്സിനെ ആക്ടിവേറ്റഡ് ആക്കിയിട്ട് ഇറ്റ് വിൽ മേക്ക് എ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്വിക്കായിട്ട് ഉണ്ടാക്കും. അത് ലിംഫാറ്റിക് വെസൽസിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് കവർ ചെയ്ത് കാണുകയാണല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ലിംഫ് നോഡ്സ് പ്രസൻറ്റ് ത്രൂ ഔട്ട് അവർ ബോഡി അല്ലേ. നമ്മുടെ ബോഡിയിൽ ഈ ലിംഫാറ്റിക് വെസൽസിൻ്റെ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ധാരാളം ലിംഫ് നോഡ്സ് ഉണ്ട്. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ലിംഫ് നോഡ്സ് ഉണ്ട്. അതൊക്കെ ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ആൻറ്റിജൻസിനൊക്കെ ട്രാപ്പ് ചെയ്യും. അപ്പോൾ ലിംഫ് നോഡ്സ് ക്ലിയർ ആയോ? ആൻഡ് ടോൺസിൽസ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ത്രോട്ട് ഭാഗത്ത്, പാലറ്റിൻ്റെ ഭാഗത്തൊക്കെ കാണുന്നതാണ് ടോൺസിൽസ്. അത് മൗത്തിലൂടെയും അല്ലെങ്കിൽ നോസിലൂടെയൊക്കെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ടോൺസിൽസിൽ ധാരാളം WBCs ഉണ്ട്. അതൊക്കെ നമ്മുടെ ജേംസിന് അല്ലെങ്കിൽ പാത്തജൻസിനൊക്കെ കില്ല് ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള WBCs ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ടോൺസിൽസ്. സോ ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആസ് വെൽ ആസ് പേയേഴ്സ് പാച്ചസ്. ഓക്കെ, അതെവിടെയാണ് കാണുന്നത്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ ലൈൻ ചെയ്തിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ആ മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്ന ലിംഫോയിഡ് ഫോളിക്കിൾസിൻ്റെ ഒരു ഗ്രൂപ്പിന് വേണമെങ്കിൽ നമുക്ക് പേയേഴ്സ് പാച്ചസ് എന്ന് പറയാം.
സോ ദാറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൈക്രോബ്സിനൊക്കെ കിൽ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് പേയേഴ്സ് പാച്ചസ്. And we can say that appendix is also a part of immune system because it assists in the maturation of B lymphocyte. അല്ലേ, WBCൻ്റെ ഒരു ഭാഗമായിട്ടുള്ള B lymphocyteൻ്റെ മെച്ചുറേഷനും അതുപോലെ തന്നെ ഒരു ആൻറ്റിബോഡീസ്, നമ്മൾ ഒരുപാട് ക്ലാസ് ഓഫ് ആൻറ്റിബോഡീസ് പറഞ്ഞിരുന്നു. അതിൽ IgA ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ ഒരു റോൾ ഉള്ളതാണ് അപ്പൻഡിക്സ്. സോ ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ അതും ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. So we have discussed some lymphoid tissues, lymphoid tissues which are located within the lining of the major tract like respiratory, digestive and urogenital tract. നമ്മുടെ ഉള്ളിലുള്ള യൂറോജനൈറ്റൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, അത്തരത്തിലുള്ള ട്രാക്ട്സിലൊക്കെ ലൈൻ ചെയ്ത് കാണുന്ന ചില ടിഷ്യൂസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് മൊത്തത്തിൽ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയാം. ഷോർട്ടിൽ മാൾട്ട്, യു ക്യാൻ ഷോർട്ട് ഫോമിൽ മാൾട്ട് എന്ന് പറയാം. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ്, കാരണം അവിടെ ആ ട്രാക്ട്സിലൊക്കെ ലൈൻ ചെയ്തിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അതിൽ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ടിഷ്യൂസ് ആയതുകൊണ്ട് തന്നെ മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ലിംഫോയിഡ് ടിഷ്യൂസിൻ്റെ 50% കംപ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ മാൾട്ടാണ്. ക്ലിയർ ആയോ? So we have studied in detail about the immune system of human body. അല്ലേ, അതിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിംഫോയിഡ് ഓർഗൻസ്, ബോത്ത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി. പിന്നെ എന്താ ടിഷ്യൂസ് അല്ലേ, മാൾട്ടൊക്കെ പറഞ്ഞു. അതുപോലെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി മനസ്സിലാക്കി. ഈസ് ദർ എനി ഡൗട്ട്സ് ടു യു? കാര്യങ്ങൾ എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ, ഹ്യൂമൻ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലുള്ള ലിംഫോയിഡ് ഓർഗൻസ്, അതിൽ തന്നെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള ബോൺ മാരോ ആൻഡ് തൈമസ്, ദെൻ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽസ്, പേയേഴ്സ് പാച്ച്, അപ്പൻഡിക്സ് ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോർഷൻസ് വി ക്യാൻ കവർ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ് അല്ലേ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Thank you.